മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMA സലാം എനിക്കൊപ്പം ചേരുന്നുണ്ട്. മുൻ MLA ആയിട്ടുള്ള PC ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. അദ്ദേഹം നടത്തിയ പരാമർശം അത് വിദ്വേഷ പരാമർശമായി പ്രചരിക്കുന്നുണ്ട്. പോലീസ് അതിനെതിരെ കേസെടുത്തിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവിൻ്റെ പരാതിയിൽ. എങ്ങനെയാണ് അതിൻ്റെ വിലയിരുത്തുന്നത്? കേരളം കണ്ട ഏറ്റവും ജുഗുപ്സാവഹമായ പരാമർശങ്ങളാണ്. ഒരു വാചകമോ രണ്ട് വാചകമോ അല്ല, മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന വാചക കസർത്തിലൂടെ വ്യക്തമായി ഇന്ത്യൻ ശിക്ഷാ നയം അനുസരിച്ചാണെങ്കിലും വേറേത് രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദം നശിപ്പിക്കുന്നതിനുള്ള എതിരെയുള്ള ഏത് നിയമങ്ങളനുസരിച്ചും പറയാൻ പാടില്ലാത്തതാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത്. കേരളം മുഴുവൻ അത് കേട്ടതാണ്. ഇത്രയും വർഗീയത നിറഞ്ഞ പരാമർശങ്ങൾ കേരളം ഇതുവരെ കേട്ടിട്ടില്ല. ഏത് മതത്തെക്കുറിച്ചായിരുന്നാലും ഏത് വിശ്വാസത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹം പറഞ്ഞ മുസ്ലിമായി ജനിച്ചവർ മുഴുവൻ വർഗീയവാദികളാണ് ഇന്ത്യ രാജ്യത്തെന്ന് അദ്ദേഹം പറഞ്ഞത്. അത്തരമൊരു പരാമർശമൊക്കെ വന്നിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയ സ്വീകരിച്ചത്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി കേസ് കൊടുത്തു. ഒരുപാട് വ്യക്തികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ കേസ് കൊടുത്തിട്ട് 2 ദിവസം പോലീസ് അനങ്ങിയില്ല. മറ്റാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു എന്ന ആരോപണം ഉണ്ടായാൽ, അവ്യക്തമായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ ഓടിച്ചാടി പിടിച്ചു കൊണ്ടുപോയി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ ആവേശം കാണിക്കുന്ന പോലീസ്. വ്യക്തമായി പരാതി ഉണ്ടായിട്ട്, സത്യത്തിൽ ഇതിൽ പരാതിയുടെ ഒരാവശ്യമില്ല. ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് തുറുങ്കലിൽ നടക്കേണ്ടതാണ്. ഇപ്പോഴാണ് 2 ദിവസം അനങ്ങാതെ നിന്നു. അതിനുശേഷമുള്ള വ്യാപകമായ പ്രതിഷേധം വന്നപ്പോഴാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്, FIR ഇട്ടത്. എന്നിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെ ബഹുമാനായ MLA അൻവറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആവേശം നമ്മൾ കണ്ടല്ലോ. വയനാട്ടിലെ MLA ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ആവേശം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും എന്താ കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാനും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകാത്തത്? ബഹുമാനപ്പെട്ട MM അക്ബറിനെ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. എത്ര കാലം അദ്ദേഹത്തെ ജയിലിലിട്ടത്? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ഇതുപോലെ ഒരു പരാമർശം ഏതെങ്കിലും ഭാഗത്തു നിന്ന്, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തൊടാൻ മടിക്കുന്നു? വ്യക്തമായ നിർദ്ദേശം കേരള ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടാണ്. പിണറായി വിജയനാണ് ഇതുപോലെയുള്ള RSS അനുകൂലികളായ രാഷ്ട്രീയ നേതാക്കളെയും അരാഷ്ട്രീയ നേതാക്കളെയും സംരക്ഷിക്കുന്നത്. അവരുടെ സംരക്ഷണയിലാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. അവരുടെ സംരക്ഷണയിലാണ് ഇവർ സ്വതന്ത്രരായി സുരക്ഷിതരായി കേരളത്തിൽ വിഹരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം അനാസ്ഥകൾ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയുമായി പറഞ്ഞതുകൊണ്ട് ചോദിക്കാം, മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന ആ രീതി തുടരുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറയുന്നത്. മതരാഷ്ട്രവാദികളുമായി മുസ്ലിം ലീഗ് കൂട്ടുകൂടുന്നത് വലിയ അപകടമുണ്ടാക്കും, കോൺഗ്രസിൻ്റെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്ന രീതിയിലുള്ള വിമർശനം ഉൾപ്പെടെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പല ഇടങ്ങളിലും അധികാരം നഷ്ടപ്പെട്ടതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ആയത് ആരുമായുള്ള സഖ്യം കൊണ്ടാണ്? അവരുടെ സ്ഥിതി ഇപ്പോൾ എന്താ? അവർ തകർന്നു പോയത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യം ചെയ്തുകൊണ്ടാണ് എന്നാണോ അദ്ദേഹം സമ്മതിക്കുന്നത്? ഇവിടെ ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് വ്യക്തമായ മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പാർട്ടിയുടെ താഴെ തട്ട് മുതലുള്ള ജില്ലാ തലം വരെയുള്ള സമ്മേളനങ്ങളിൽ ഗവൺമെൻറ്റിനെതിരെ, ഭരണത്തിനെതിരെ, പ്രത്യേകിച്ച് പോലീസ് വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അഴിമതി ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം നടന്നു വരികയാണ്. സാധാരണ CPM പ്രവർത്തകർ യോഗങ്ങളിലെത്തുന്ന പ്രതിനിധികൾ ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഗവൺമെൻറ്റിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങളിൽ നിന്ന് തടിയൂരാൻ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞ് ഒരു മറ സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നതാണ് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത്. വോട്ടിനും നേട്ടത്തിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല, അതിരൂക്ഷമായ വിമർശനമൊക്കെ തന്നെയാണ്. അതെ, ആ ചെറ്റത്തരമാണെങ്കിൽ, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുക എന്നത് ചെറ്റത്തരമാണെങ്കിൽ, ആ ചെറ്റത്തരം മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളോളം
ആവർത്തിച്ച് ചെയ്ത പാർട്ടിയാണ് CPM. ഇത് ഒരുപാട് തവണ ഞങ്ങൾ വ്യക്തമാക്കി, അദ്ദേഹത്തിനും അറിയാത്തതല്ല. പക്ഷേ ഇതൊക്കെ മായ്ച്ചു കളഞ്ഞ് അറിയാത്ത രൂപത്തിൽ നടക്കുകയാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, SDP-യുമായി കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സഖ്യം ചെയ്ത് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലും കാട്ടാങ്ങൽ പഞ്ചായത്തിലും അതുപോലുള്ള നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ SDP-യുമായി ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം നേരത്തെ സാദിഖ് അലി തങ്ങൾ ഇത് സമ്മതിച്ചുകൊണ്ടുള്ളൊരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചൊരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയുമായി നല്ല ബന്ധമാണെന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെതിരെ ആ ഒരു ബന്ധം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ കടന്നാക്രമണം തുടരുമ്പോഴും ആ ബന്ധമുണ്ടെന്ന് തുറന്നു പറയാൻ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകുന്നുമുണ്ട്. സാദിഖ് അലി തങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നല്ല പറഞ്ഞത്, അവർ വോട്ട് ചെയ്യുന്നുണ്ട് UDF-ന് എന്നാണ്. ഞങ്ങളത് നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ BJP-യുടെ RSS-ൻ്റെ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ ഭരണത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് കഴിയൂ എന്ന വ്യക്തമായ ബോധത്തിൻ്റെ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF-ന് അവർ വോട്ട് ചെയ്യുകയാണ്. അതാരും നിഷേധിക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളും യാഥാർത്ഥ്യത്തെ നിഷേധിക്കുമോ? ഞങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നു, വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ പതിറ്റാണ്ടുകളോളം CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത്. ഇന്ത്യയിലാകമാനം വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെയും ദേശീയ നേതാക്കൾക്കൊപ്പം ഡൽഹിയിലും ഹൈദരാബാദിലും കൽക്കത്തയിലും ലക്നൌവിലും ഒക്കെ ശ്രീ പ്രകാശ് കാരാട്ടും ശ്രീ യെച്ചൂരിയും അടക്കമുള്ള ആളുകൾ വേദി പങ്കിട്ടിട്ടുണ്ട്. ജനങ്ങളെ കൈപിടിച്ച് പൊന്തിച്ച് അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഫോട്ടോകളുണ്ട്. അപ്പോൾ പ്രകാശ് കാരാട്ടും ശ്രീ യെച്ചൂരിയും ഒക്കെ ചെയ്തത് ചെറ്റത്തരാണ് എന്നാണോ ശ്രീ പിണറായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ജമാഅത്ത് ബന്ധം ചർച്ചയായതുകൊണ്ട് ചോദിക്കുന്നതാണ്. സമസ്തയുടെ യുവജന വിഭാഗം നേതാവായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങ് ജമാഅത്തിൻ്റെ പ്രതിനിധിയാണെന്ന രീതിയിലുള്ള ഒരു പൊതു ഇടത്തിൽ നടത്തിയ ഒരു പ്രസംഗം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിനോടുള്ള മറുപടി? അതിന് മറുപടിയൊന്നുമില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നാലും ജനറൽ സെക്രട്ടറി ആയിരുന്നാലും മറ്റേതെങ്കിലും നേതാക്കന്മാരായിരുന്നാലും അവരെക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചാൽ, അവർക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തിയാൽ താൻ അകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും തട്ടിപ്പ് കേസുകളിൽ നിന്ന് ഊരിപ്പോരാം, ഇടതുമുന്നണി സഹായിക്കും എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണോ ഇത്തരം പ്രസ്താവനകൾ വരുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാഗമായി തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ മറ്റൊരു പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സാദിഖ് അലി തങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം ലീഗിൻ്റെ മുൻപുണ്ടായിരുന്ന നേതാക്കളൊന്നും ഇത്തരത്തിലുള്ള ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല, മതനിഷിദ്ധമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പ്രസ്താവനകൾക്ക് ആധാരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പരാമർശങ്ങൾ ഒരു ഭാഗത്ത് വലിയ ചർച്ചയായ ഘട്ടത്തിൽ കൂടിയാണ് തങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമസ്തയിൽ നിന്നൊരു നേതാവിൻ്റെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തേണ്ടതല്ലേ? അല്ല, അത് രാഷ്ട്രീയമല്ലല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? പിന്നെ എന്തിനാ ഈ പഴകി പുളിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത്? ജനങ്ങൾ ഏത് സ്വീകരിച്ചു, ഏത് അംഗീകരിച്ചു, എവിടെയാണ് എന്നത് വളരെ വ്യക്തമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടേണ്ട ഞങ്ങളതിന് മറുപടി പറയുന്നുമില്ല. ഇത്രയധികം എതിർപ്പുകൾ, ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിട്ട് തുടർച്ചയായിട്ട് ഈ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഇതിന് ഈ പറയപ്പെടുന്ന സംഘടനയുടെ നേതൃത്വം ഒരു ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമല്ലേ? അല്ല, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെയും സാദിഖ് അലി തങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികളും നടത്തുന്നു. അതൊക്കെ ലീഗിനെതിരെയുള്ള ആക്ഷേപമാണ്. അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ അദ്ദേഹം അകപ്പെട്ടുള്ള കേസിൽ നിന്നും ഇടത് മുന്നണിയുടെ സർക്കാർ രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കും അത്തരം വിമർശനങ്ങളോ എന്നുള്ളതാണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ,
വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ യോഗത്തിൽ മുസ്ലിം ലീഗ് മറ്റൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തനങ്ങളുമായി പദ്ധതി നടപ്പിലാക്കുമെന്നുള്ളത് അങ്ങനെ തന്നെയാണോ? അല്ല, ഞങ്ങൾ മറ്റൊരു തീരുമാനമെടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടാണ് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചത്. ഗവൺമെൻറ്റിൻ്റെ വക സാമ്പത്തിക സ്വരൂപണം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗും മറ്റു പല കക്ഷികളും എടുത്തിരുന്നു. ഞങ്ങളെ വിശ്വസിച്ച് തന്നത് അവരുടെ ആശയം, അവരുടെ നെയ്യത്ത്, ഉദ്ദേശം ഞങ്ങൾ സഫലീകരിക്കുമെന്ന വിശ്വാസത്തിലാണ്. അത് ഞങ്ങൾക്ക് സഫലീകരിക്കണം. അത് അനിശ്ചിതമായ കാലതാമസം അംഗീകരിക്കാവുന്നതല്ല. ഇപ്പോൾ തന്നെ 6 മാസത്തോളമായി ഈ ആളുകൾ നേരത്തെ ക്യാമ്പുകളിൽ താമസിച്ചു, പിന്നീട് ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നു. ഒരു തരത്തിലുള്ള യാതനകളാണ് ഇവർ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അവരുടെ യാതനകൾക്ക് അറുതി വരുത്തണം. വളരെ പെട്ടെന്ന് അവർക്ക് കിടപ്പാടമുണ്ടാക്കി കൊടുക്കണം. അതിനുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോകും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതേതായാലും ഈ ആഴ്ചകളിൽ തന്നെ അത് സംബന്ധിച്ച ഫൈനൽ തീരുമാനം ഉണ്ടാവും. ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാണക്കാട് ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തങ്ങൾ തന്നെ പറയുന്നുണ്ട് UDF-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പം ജോസ് കെ മാണി കോൺഗ്രസ് വിഭാഗത്തെ ഉൾപ്പെടെ UDF-ൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ടെന്ന ഒരു ചർച്ചയും സജീവമായിട്ടുണ്ട്. എന്താണ് അതിലെ നടപടികൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ ഇത്തരം സംഭാഷണങ്ങളിലും സൗഹൃദ സന്ദർശനങ്ങളിലൊക്കെയുള്ളത് സമുദായങ്ങൾ തമ്മിലുള്ള അവിശ്വാസം ഇല്ലാതാക്കുക എന്നതാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വിവിധ സമുദായങ്ങളും വിഭാഗങ്ങളും തമ്മിൽ ശത്രുത വളർത്തുന്ന പ്രസ്താവനകളും നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കുറേ ആളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തീർത്ത് സമുദായങ്ങൾ തമ്മിൽ കേരളത്തെ പഴയ കേരളത്തിലേക്ക്, പരസ്പര സൗഹാർദ്ദവും വിശ്വാസവും നിലനിൽക്കുന്ന ഒരു കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാനും വിശ്വാസം നേടിയെടുക്കാനുമുള്ള സന്ദർശനങ്ങളാണ് വിവിധ സമുദായ നേതാക്കളുമായി ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വോട്ടിന് വേണ്ടി, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ രാഷ്ട്രീയ ചെറ്റത്തരത്തിന് വേണ്ടി സമുദായങ്ങൾ തമ്മിൽ അകറ്റാനും സ്പർദ്ധയുണ്ടാക്കാനുമായ സംസ്ഥാന ഗവൺമെൻറ് സ്പോൺസേഡായിട്ടുള്ള നിലപാടുകളാണ് കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് ഈ സൗഹൃദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്ന ആഗ്രഹം UDF-നുണ്ട്. മുസ്ലിം ലീഗിന് മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, UDF-ലെ എല്ലാ ഘടകകക്ഷികൾക്കും UDF-ൻ്റെ അടിത്തറ വിപുലീകരിക്കണം. കൂടുതൽ UDF സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തി ഈ ഭരണത്തിനെതിരെയുള്ള, കേന്ദ്ര ഭരണത്തിനും സംസ്ഥാന ഭരണത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ വികാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് UDF-ൻ്റെ പൊതു തീരുമാനമാണ്. ആ തീരുമാനം പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ, എപ്പോൾ, ആരൊക്കെയായി എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. അത് UDF തീരുമാനമെടുക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. PV അൻവർ മുന്നണിയിലേക്കെന്ന ചർച്ചകളൊക്കെ സജീവമായി നടക്കുമ്പോഴാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചായിട്ടുള്ള വാർത്ത വരുന്നത്. സംസ്ഥാന കോർഡിനേറ്ററായിട്ടാണ് ചുമതല കൊടുത്തിട്ടുള്ളത്. അല്ല, നേരത്തെ അദ്ദേഹം DMK-യുമായി സംസാരം നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായി സംസാരം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നടത്തട്ടെ, അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലേ. രാഷ്ട്രീയത്തിൽ ആർക്കും ആരുടെയും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോകാമല്ലോ. UDF അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, ചർച്ചയും നടത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഉണ്ടായ ഘട്ടങ്ങളിൽ വലിയ പിന്തുണ മുസ്ലിം ലീഗിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുന്നണിയിലേക്ക് വരും എന്ന രീതിയിലുള്ള ഒരു പ്രചാരണങ്ങൾക്ക് അതൊരു വിലങ്ങുതടിയാകുമോ? അല്ല, മുന്നണിയിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളാണ് പ്രചരിപ്പിച്ചത്. UDF-ലേക്ക് ആളെടുക്കേണ്ട മാധ്യമങ്ങളല്ലല്ലോ. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് നിലപാടിൻ്റെ ഒരു തെളിവാണ്. അത് ജനവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങളതിനെ എതിർത്തത്. തെറ്റായ നടപടി ആർക്കെതിരെ ചെയ്താലും അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അതുമാത്രമാണ് ഉണ്ടായത്. അൻവറിൻ്റെ കാര്യത്തിൽ അൻവറിൻ്റെ മാത്രമല്ല, UDF-മായി സഹകരിക്കാൻ തയ്യാറുള്ള മറ്റ് ആരുടെ കാര്യത്തിലും UDF യഥാസമയം
ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇക്കാര്യത്തിൽ അൻവറിന് നൽകിയ പിന്തുണ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പിന്തുണ അവിടെ തന്നെ ഉണ്ടാവും, പിന്തുണ പോയിട്ടില്ല. അല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തെറ്റാണ് എന്ന ഞങ്ങളുടെ വാദം ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. അത് അദ്ദേഹം ഏത് പാർട്ടിയിൽ പോയാലും അന്ന് നടന്ന കാര്യം തെറ്റാണ്, അതുമാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. തൃണമൂലിൽ നിന്നുകൊണ്ട് UDF-ലേക്ക് അദ്ദേഹം ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ ഇതുവരെ അങ്ങനെ വിവരം ഞങ്ങളെടുത്തില്ല. UDF-ൽ അങ്ങനെ വിവരം കിട്ടുമ്പോഴല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം പ്രതികരണം നടത്തിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, റിപ്പോർട്ടർ തിരൂരങ്ങാടി.